സരീഷ് കൂടി നിൽപ്പോൾ നമുക്കൊരു വടക്കൻ കേരളത്തിലെ സ്ഥിതിയും കൂടി ഒന്ന് അറിയണമല്ലോ. സരീഷ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഈസ്റ്റർ. സരീഷ, ഇപ്പം ഈ തിരഞ്ഞെടുപ്പ് ഇപ്പൊ 2021 തിരഞ്ഞെടുപ്പ് പോലെ 2026 വരുമ്പോഴത്തേനും 3 മുന്നണികളും അവരുടെ ഒരു അഭിമാന പോരാട്ടം കൂടിയാണ്. പലർക്കും പലതും തെളിയിക്കേണ്ട മത്സരം കൂടിയാണ് ഇത്. ഇപ്പം ഭരണമുന്നണിക്ക് ഭരണ തുടർച്ചയാണ് എങ്കിൽ പ്രതിപക്ഷത്തിലിരിക്കുന്ന ആളുകൾക്ക് 10 വർഷത്തിന് ശേഷം ഭരണത്തിലേറണം. ഒപ്പം തന്നെ ഇവിടെ ഒരു മൂന്നാഞ്ചേരി ഉണ്ട്, BJP എന്ന് പറയുന്ന ഒരു മൂന്നാഞ്ചേരി ഇവിടെ ഉണ്ടെന്നും ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർ പലയിടങ്ങളിലും കോർപ്പറേഷനും ഒക്കെയും പിടിച്ചെടുത്തൊരു സാഹചര്യം ഒക്കെയും ഉണ്ട്. അപ്പം 3 പേരെയും സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളത്തിൽ അവസാന ലാപ്പിലേക്ക് പ്രചാരണം എത്തുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സരീഷ്? ഹാപ്പി ഈസ്റ്റർ സേതു. വടക്കൻ കേരളത്തിലെ ചിത്രം നോക്കുകയാണെങ്കിൽ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്ക് CPM കഴിഞ്ഞ തവണ കൂടുതൽ വേരോട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇത്തവണ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് CPIM ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ കൂടുതൽ സീറ്റുകൾ പിടിച്ച് ഭരണത്തിലേക്ക് എത്തുക, പ്രത്യേകിച്ച് വടക്കൻ മേഖല എപ്പോഴും CPM നിൽക്കുന്ന, അതായത് മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിൽ CPM നിൽക്കുന്ന സീറ്റുകളാണ് എന്നാണ് പലപ്പോഴും അല്ലെങ്കിൽ ആളുകൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ മാറ്റം വരുത്തണം എന്നുള്ളതാണ്. കാസർഗോഡ് എടുത്താൽ ആകെയുള്ളത് 5 മണ്ഡലങ്ങളാണ്. അതിൽ നിലവിലുള്ളത് 3-2 എന്ന നിലയിലാണ്. 3 സീറ്റുകൾ LDFനും 2 സീറ്റുകൾ UDFനുമാണ്. ഇത്തവണയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെ മഞ്ചേശ്വരത്ത് മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ ഒരു വ്യത്യാസം വരാനുള്ള സാധ്യത. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം SDPI ഉൾപ്പെടെ അവരുടെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്നു. പിന്നീട് ചില ചേരികൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും 2-3 എന്ന നിലയിൽ തന്നെ ആയിരിക്കും കാസർഗോഡിന്റെ ചിത്രം എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിലേക്ക് എത്തുമ്പോൾ അത് 11-2, ആകെയുള്ള 11 സീറ്റുകളിൽ 9-2 എന്ന നിലയിലാണ്. കഴിഞ്ഞ തവണ പേരാവൂരിലും അതോടൊപ്പം തന്നെ ഇരിക്കൂറിലും മാത്രമാണ് UDFന് ജയിക്കാനായത്. ആ 2 സീറ്റുകൾ ഇത്തവണ നിലനിർത്തുക, അതോടൊപ്പം തന്നെ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുക. കണ്ണൂർ എപ്പോഴും എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന മണ്ണ് എന്നുള്ള രീതിയിലാണ് കണ്ടത്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് UDF പ്രതീക്ഷിക്കുന്നത്. കാരണം കണ്ണൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ, കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രനും ഒപ്പം തന്നെ നിലവിലെ അവിടെ മുൻ മേയർ ഉൾപ്പെടെയുള്ളവരാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ സീറ്റ് പിടിച്ചെടുക്കുക, കണ്ണൂർ പിടിച്ചെടുത്ത അതിനൊരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. മറ്റ് സീറ്റുകളിലേക്കൊന്നും തന്നെ വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ അവിടെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന മത്സരം പയ്യന്നൂരിലും അതോടൊപ്പം തന്നെ തളിപ്പറമ്പിലുമാണ്. അവിടെ CPMൽ നിന്നും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന്, പാർട്ടിയോടുള്ള എതിർപ്പിനെ തുടർന്ന് രംഗത്തെത്തിയ 2 പേർ, അവിടെ TK ഗോവിന്ദനും അതോടൊപ്പം തന്നെ V കുഞ്ഞികൃഷ്ണനും UDFന് വേണ്ടി മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ സീറ്റുകളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വലിയ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ വലിയൊരു വാശിയേറിയ പോരാട്ടം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യയാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ തർക്കങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാന വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെട്ടെന്ന് സാധിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് TK ഗോവിന്ദൻ ഇത്രയും നാൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമൊക്കെ ആയി നിന്ന ഒരാൾ പെട്ടെന്ന് മറുകണ്ഠത്തേക്ക് ചാടുമ്പോൾ സ്വാഭാവികമായുമുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകും. അത് പക്ഷേ മറുഭാഗത്തേക്ക് അല്ലെങ്കിൽ വോട്ടായി മാറാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 9-2 അല്ലെങ്കിൽ 8-3 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം എന്നുള്ളതാണ് 2 പാർട്ടികളുടെയും വിലയിരുത്തൽ. ഒപ്പം തന്നെ വയനാട്ടിലേക്ക് വന്നാൽ വയനാട്ടിൽ 2-1 എന്ന നിലയിലാണ് ഉള്ളത്. ഇത്തവണ OR കേളു മാത്രമാണ് കഴിഞ്ഞ തവണ LDFന് ജയിക്കാനായത്. ഇത്തവണയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവിടെ ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് LDF ആണ്. കാരണം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് LDF കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ അവിടെ വീടുകൾ ഉൾപ്പെടെയുള്ളവ വെച്ച് നൽകിയ മായി ബന്ധപ്പെട്ടതെല്ലാം തന്നെ ഗുണം ചെയ്യും എന്നുള്ളതാണ് വിലയിരുത്തൽ. T സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർക്ക് ചില വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള എതിർപ്പുകൾ, ജനങ്ങളിൽ നിന്നുണ്ടായ എതിർപ്പുകളെല്ലാം തന്നെ വോട്ടാക്കി മാറ്റാനാകും എന്നുള്ളതാണ് LDF കണക്ക് കൂട്ടുന്നത്. പക്ഷേ വീടുൾപ്പെടെയുള്ളവ നൽകിയിട്ട് പോലും, അതായത് ലീഗ് വീട് നൽകിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും വീട് നൽകിയിട്ടുണ്ട്. പക്ഷേ വീടിന്റെ താക്കോൽ കൈമാറിയിട്ടുണ്ടെങ്കിലും അവിടെ പുനരധിവസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ആളുകൾക്ക് അല്ലെങ്കിൽ പാർപ്പിടം സ്വന്തമായിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അവിടെ വലിയ ക്യാമ്പയിൻ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ക്യാമ്പയിൻ തങ്ങൾക്ക് ഗുണമാകും എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോട്ടേക്ക് വന്നാൽ അവിടെയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ല മുസ്ലിം ലീഗിന് ഏറ്റവും അടിത്തറയുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെയും വലിയ നേട്ടമുണ്ടാക്കാൻ UDFന് സാധിക്കും എന്നുള്ളതാണ്